ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചുള്ള പ്രക്ഷോഭത്തിന് അന്ത്യം കുറിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. 10 ദിവസത്തെ സംഭവങ്ങൾ വേദനിപ്പിച്ചുവെന്ന് രാജിക്കത്ത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി സ്വീകരിച്ച് പ്രധാനമന്ത്രി. സമരവിജയമെന്ന് CJP പ്രഖ്യാപനം. സമരക്കാരോട് വീടുകളിലേക്ക് മടങ്ങാൻ ആഹ്വാനം. CJP ഉന്നയിച്ച 3 ആവശ്യങ്ങളും അംഗീകരിച്ചു. രാജി. സമരം തുടങ്ങി 35-ാം ദിവസം. പാറ്റകളുടെ വിജയമെന്ന് വിശേഷിപ്പിച്ച് അഭിജിത് ദീപ് കെ. രാജി രാജ്യത്തെ യുവാക്കളുടെ വിജയമെന്ന് പ്രിയങ്ക ഗാന്ധി. ജനാധിപത്യത്തിന്റെ വിജയമെന്ന് സോനം വാങ്ചുക്. ഇന്ത്യൻ യുവത്വത്തിന് ബിഗ് സല്യൂട്ടെന്ന് മുഖ്യമന്ത്രി. മാസപ്പടി കേസിൽ പിണറായിക്കും മകൾക്കും അഴിയാക്കുരുക്ക്. കരാർ പിണറായിയുമായുള്ള ബന്ധം നിലനിർത്താനെന്ന് CMRL MD ശശിധരൻ കർത്തയുടെ മൊഴി. സേവനം നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചെന്നും ED. അക്കൗണ്ടുകളിലെ 32 ലക്ഷം രൂപ മരവിപ്പിച്ചു. അന്വേഷണം തന്നിലേക്ക് എത്തിക്കാൻ ശ്രമമെന്ന് പിണറായി വിജയൻ. സിക്കിമിൽ തുരങ്കത്തിൽ മണ്ണിടിഞ്ഞ് വീണ് മരിച്ച NHPC ജിയോളജിസ്റ്റ് അനീഷ് മോഹന് അന്ത്യാഞ്ജലി. സംസ്കാരം കോട്ടയം പാമ്പാടിയിലെ വീട്ടുവളപ്പിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച് നിരവധി പേർ. മൃതദേഹം കേരളത്തിലെത്തിച്ചത് രാവിലെ. രാജ്യാന്തര മയക്കുമരുന്നു കടത്തിന്റെ മുഖ്യ സൂത്രധാരന്മാർ കൊച്ചിയിൽ പിടിയിൽ. സിനിമാ സ്റ്റൈലിൽ കേന്ദ്ര ഏജൻസികളുടെ സംയുക്ത ഓപ്പറേഷൻ. കൊച്ചി ലുലു മാളിന് മുന്നിൽ. പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി ഉമേഷും മലപ്പുറം സ്വദേശി ഫിർദോസും. വലയിലാക്കിയത് 1000 കോടിയുടെ ലഹരിക്കടത്തിലെ മുഖ്യ സൂത്രധാരന്മാരെ. കണ്ഠര് ബ്രഹ്മദത്തൻ പുതിയ ശബരിമല തന്ത്രി. ദേവസ്വം ബോർഡ് തീരുമാനം. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ കണ്ഠര് രാജീവരുടെ ആവശ്യപ്രകാരം. ഒഴിഞ്ഞത് ആരോഗ്യ കാരണങ്ങളാലെന്ന് രാജീവരുടെ വിശദീകരണം. വൈദ്യുതി പ്രതിസന്ധിയുടെ കാരണത്തെ ചൊല്ലി വാക്പോര്. ഉത്തരവാദികൾ കഴിഞ്ഞ LDF സർക്കാരെന്ന് വൈദ്യുതിമന്ത്രി സണ്ണി ജോസഫ്. ഇപ്പോൾ നിയന്ത്രണം വേണ്ടിവന്നത് കഴിഞ്ഞ ഏപ്രിലും മേയിലും കടം വാങ്ങിയതിനാൽ. പ്രതിസന്ധി കാരണം മഴക്കുറവാണെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഡൽഹിയിലെ CJP സമരത്തിന് ചരിത്ര ജയം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. സമരം തുടങ്ങി 35-ാം ദിവസമാണ് രാജി. 3ാം ഘട്ട ചർച്ച നടക്കാനിരിക്കെയാണ് തൊട്ടു മുൻപാണ് പ്രധാനമന്ത്രിക്ക് രാജിക്കത്ത് അയച്ചത്. കഴിഞ്ഞ 10 ദിവസത്തെ സംഭവങ്ങൾ വേദനിപ്പിച്ചുവെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. വിദ്യാർത്ഥികളുടെ ഭാവി നിയമക്കുരുക്കിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നും രാജിക്കത്തിൽ പരാമർശമുണ്ട്. प्रदीप मेघवाल, ऋतिक मिश्रा, सिद्धार्थ हेगड़े, भाग्यश्री, अंशिका पांडे, उमेश माली, रेणु मीणा, रिया कुमारी थापा, शिवानी यादव, अनु गिर्रा, ताहान पटेल, आकांक्षा चतुर्वेदी, रीमा बेगम, मैथिली अशोक सोनोमरे, अवंतिका मौर्या, जतिन कुमार, गोपिका, शेख सना, वेत्यानंदम, ये वो बच्चे हैं जिनको आज न्याय मिला है. देखिए, धर्मेंद्र प्रधान का इस्तीफा तो हो गया है. और ये इस्तीफा गवाह इस बात का, अगर आप लोग डरेंगे नहीं, अगर आप लोग इस सरकार के सामने झुकेंगे नहीं, तो अच्छे के इस्तीफे ले सकते हैं हम. तो डरना नहीं है. डेमोक्रेसी है. अगर डेमोक्रेसी में बोलने से डर लगने लगे तो कैसी डेमोक्रेसी है? डरना नहीं है. अगर अपनी आवाज उठाओगे तभी ये लोग लाइन में रहेंगे और इन्हें
अच्छा समझ बैठे हैं ना, ये हमारी वजह से बैठे हुए हैं। और इस्तीफा हो गया है, लेकिन हमारी दो और मांगे, ऐसे ही नहीं जाएंगे। नीचे उतरो, ऐसे ही नहीं जाएंगे। कॉकरोच है, एक बार घुसता है तो निकलता नहीं है कॉकरोच। ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്ക് പിന്നാലെ CJP പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ മറ്റാവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഇതോടെ ജന്തർ മന്ദറിലെ സമരം CJP അവസാനിപ്പിച്ചു. പ്രതിഷേധക്കാരോട് പിരിഞ്ഞു പോകാൻ ആഹ്വാനം നൽകി. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, അക്ഷരാർത്ഥത്തിൽ ഡൽഹിയെ 10-35 ദിവസം സ്തംഭിപ്പിച്ച ഒരു സമരമെന്ന് വിശേഷിപ്പിക്കാം. കോൺഗ്രസിന്റെ ഇടപെടൽ സമരത്തിന് കരുത്ത് നൽകി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർക്കാർ വഴങ്ങിയതിന് പിന്നിൽ എന്താണ്? രഞ്ജിത്ത്, ഏറ്റവും ഒടുവിൽ രാജി ഒഴിവാക്കിക്കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒഴിവാക്കിക്കൊണ്ടൊരു നീക്കം നടത്താൻ BJP ശ്രമിച്ചെങ്കിലും അത് അവസാന നിമിഷത്തിൽ മറ്റ് ഗത്യന്തരമില്ലാതെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ ഇത് താൻ രാജിവെക്കുന്നുവെന്ന് ട്വിറ്ററിലൂടെ പ്രഖ്യാപിക്കുകയും രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് നേരത്തെ അയക്കുകയും ചെയ്തു. രാജിക്കത്തിൽ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുന്നു. താൻ ഇത് ആദ്യ ദിവസം തന്നെ ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവിയുമായി കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിലവിലെ സാഹചര്യങ്ങൾ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജിവെക്കുന്നത്. രാജ്യവിരുദ്ധ ശക്തികൾ ഈ സാഹചര്യം പ്രയോജനപ്പെടുത്താതിരിക്കാൻ കൂടി വേണ്ടിയുള്ള ഒരു നീക്കം എന്ന നിലയിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ രാജിയെ വിശേഷിപ്പിക്കുന്നത്. തൻ്റെ വ്യക്തിപരമായ നേട്ടമല്ല ഇവിടെ പ്രധാനം, രാജ്യം എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ തന്നെ രാജിവെക്കുന്നത് എന്ന് അദ്ദേഹം ഈ കത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് ഒരു വലിയ രാഷ്ട്രീയ വിജയം എന്ന തരത്തിൽ തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ കാണുന്നത്. അഭിജിത് ദീപ്കെ, ഇത് ജനാധിപത്യമാണ്, ഇവിടെ ഇത്തരത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ആളുകൾക്കുണ്ട്, ഭയപ്പെടേണ്ടതില്ല നമ്മൾ എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ എല്ലാ വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ എല്ലാ നിബന്ധനകളും അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇനി സമരം അവസാനിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നു. ആളുകൾ സമരത്തിലെത്തിയവർ സമാധാനമായി പിരിഞ്ഞു പോകണം എന്ന് അവർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ JP നദ്ദയുമായി ചേർന്നുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ സമരം പിൻവലിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി എല്ലാവരും സമാധാനത്തോടെ പിരിഞ്ഞു പോകണം, സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ അവർ സമയബന്ധിതമായി നടപ്പിലാക്കും എന്ന ഉത്തമ വിശ്വാസത്തോടെ ആണ് തങ്ങൾ പിരിഞ്ഞു പോകുന്നത് എന്നും അവർ കൂട്ടായ ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. ഇനി ഒരു മാസത്തിന് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ഒരു ചർച്ചയുണ്ടാകും. പരീക്ഷാ പരിഷ്കരണങ്ങളെ സംബന്ധിച്ച് ചില നിബന്ധനകളുണ്ട്, അതെല്ലാം കൃത്യമായി നടപ്പിലാക്കി എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഒരു മാസത്തിന് ശേഷം അടുത്ത റൗണ്ട് ചർച്ചകൾ നടത്തും. ഈ ആദ്യം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മൂന്നാം റൗണ്ട് ചർച്ചകൾക്കായി JP നദ്ദയും അതുപോലെ സർക്കാർ പ്രതിനിധികളും എത്തിയത്. അതിൽ ആണ് മറ്റു കാര്യങ്ങൾ ധാരണയായത്. ഒടുവിൽ കൂട്ടായി സമരം പിരിച്ചുവിടുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ CJP നേതൃത്വം എടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തങ്ങളുടെ ഒരു അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഒന്നും തീവ്ര സ്വഭാവമുള്ളതായിരുന്നില്ല എന്ന് അശുതോഷ് റാങ്കെ പറയുന്നു. അതെല്ലാം സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളായിരുന്നു, അതെല്ലാം ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നവർ വ്യക്തമാക്കുന്നു. സോനം വാങ്ചുക്കും തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഇതിൽ ഈ സമരത്തിന് പിന്തുണ നൽകിയ എല്ലാവരെയും അദ്ദേഹം നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത ആളുകളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ തങ്ങൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് തങ്ങൾ ഇനി സമാധാനപരമായി വീട്ടിലേക്ക് പോകേണ്ടത് എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവ് അശുതോഷ് റാങ്ക വ്യക്തമാക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ആകട്ടെ ഇനിയും രണ്ട് ആവശ്യങ്ങൾ കൂടി ഉണ്ട്, അതുകൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കണം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതിൽ ഒന്ന്, പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയണം എന്നതാണ്. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥികളെ അടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം
എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ അതിൽ ഒരു തീരുമാനമുണ്ടാകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുമ്പോഴും തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു എന്ന ഒരു നിലപാടാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഉള്ളത്. കേന്ദ്ര സർക്കാർ ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിന് ശേഷം അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ FIRകൾ പിൻവലിക്കണമെന്നൊരാവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് നേരെ എടുത്തിട്ടുള്ള കേസുകൾ അതെല്ലാം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ഡൽഹിയിലെ മാത്രമല്ല BJPയും അതുപോലെ അനുബന്ധ സർക്കാരുകളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഇത്തരം കേസുകൾ മുഴുവൻ പിൻവലിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഏതാണ്ട് 20ഓളം കേസുകൾ ഡൽഹിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റ് കേസുകളെല്ലാം പിൻവലിക്കുകയും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടുത്ത ചൊവ്വാഴ്ചയോടുകൂടി നൽകുകയും ചെയ്യും എന്നാണ് അവർ കേന്ദ്ര സർക്കാർ അവരെ അറിയിച്ചിട്ടുള്ളത്. അത് വലിയ ആത്മാർത്ഥതയോടുകൂടി അതിനൊരു ശ്രമമുണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നതായും പറയുന്നു. ഏതായാലും ഇത് ഒരു ജനാധിപത്യത്തിൽ ആളുകൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു രീതി കാണാൻ കഴിഞ്ഞു എന്ന് അത് എല്ലായ്പ്പോഴും ഒഴിവാക്കാൻ കഴിയില്ല. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതെന്ന് ശശി തരൂർ MP വ്യക്തമാക്കുന്നു. മനു ഭാരത് വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും രാജ്യത്തെ യുവാക്കളുടെ വിജയമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. വിദ്യാർത്ഥി യുവജന ക്ഷേമത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വയനാട് കള്ളാടി സന്ദർശിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അനിവാര്യമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിടിച്ചു നിൽക്കാൻ ഒരു വഴിയുമില്ലെന്ന നിലയിലെത്തിയപ്പോഴാണ് വൈകിയെങ്കിലും രാജി ഉണ്ടായത്. പോരാട്ടവും ആത്മധൈര്യവും ഉയർത്തിയ ഇന്ത്യൻ യുവത്വത്തിന് ബിഗ് സല്യൂട്ട്. ഇത്രയും ദിവസം കുട്ടികളെ തെരുവിലിട്ട് തല്ലിയൊതുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ശേഷം വന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സ്വാഗതം ചെയ്യുന്നു എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി സമര വിജയം ജനകീയ ഇടപെടലുകളുടെ കൂടി വിജയമെന്ന് MA ബേബി. കർഷക സമര വിജയം പോലെ തന്നെയാണ് ഇതും. വിദ്യാഭ്യാസ മന്ത്രിയെ സംരക്ഷിക്കാൻ മോദി പരമാവധി ശ്രമിച്ചു, എന്നിട്ടും സമരം വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട കൃഷിക്കാരും കർഷക തൊഴിലാളികളും അവർ നടത്തിയ ഒരു സമരവും ആ സമരത്തിന്റെ വിജയവും മറന്നുവെക്കൂല. സംയുക്ത കിസാൻ കൗൺസിൽ അതുപോലെ തന്നെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് വലിയ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും നേരിട്ട് ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രി എന്തൊരു അനുചിതമായൊരു പേരാണ് അദ്ദേഹത്തിനുള്ളത്, ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മം പ്രധാനമായിട്ടുള്ളത് എന്നാണ് പേര്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ രാജിവെച്ച് പോകാൻ നിർബന്ധിതനായിരിക്കുകയാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദി അവസാന നിമിഷം വരെ കിണഞ്ഞു പരിശ്രമിച്ചു. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. और अच्छा है कि वो किया, बट अब कॉन्क्रीट स्टेप्स एजुकेशन सिस्टम को बदलने की सरकार को लेने पड़ेंगे. बहुत बड़ा मुद्दा है RSS का जो कैप्चर है हिंदुस्तान के सिस्टम पर, एजुकेशन सिस्टम. अगर मोदी जी की गलती है तो उतनी ही गलती RSS की, क्योंकि दीमक का काम RSS ने किया है. हमारे एजुकेशन सिस्टम को अंदर से खोखला कर दिया है. जो नॉलेज होती है उस पर इन्होंने आक्रमण किया. तो गहरे स्टेप्स लेने पड़ेंगे. मुझे नहीं लगता है कि ये ले सकते हैं, पर देखते हैं. स्टूडेंट्स की 2 और मांगे थी, उनको नहीं भूलना है. पहली मांग, जिन लोगों ने स्टूडेंट्स पर आक्रमण किया, अटैक किया, मारा, इम्प्लीमेंटर्स एंड ऑर्गेनाइजर्स, दोनों पर कार्रवाई होनी चाहिए और विजिबल कार्रवाई होनी चाहिए. स्टूडेंट्स को दिखना चाहिए कि ये लोग इस कारण पनिश हुए हैं. और दूसरी बात, जो मेन ऑपरेटर हैं सिस्टम के, नरेंद्र मोदी जी, उनको हिंदुस्तान के स्टूडेंट्स से
अपोलोजाइज करना चाहिए। भैया देखिए एक एक आई कांट हियर। Okay, please. One at a time, I can't answer otherwise. No, I'll tell you. You go ahead. He has called off their protest and the students are now going back. Their two demands, sir, as you mentioned, that has been not fulfilled. So, what will be your step in the parliament when parliament commences on Monday? Well, the first- They are also bringing a new bill. The first thing is that we hold Mr. Amit Shah directly responsible for the violence that has taken place against our students. He authorized the shooting of our students. He authorized the use of lethal weapons, pellet guns on our students. So that for us is a fundamental issue. We will not accept our own forces shooting the future of India. So that is going to be a major issue in Parliament. Of course, the students, as I said, have also got the demand of an apology from the Prime Minister. Look, this protest, the reason it is happening, the deeper reason it is happening, is that the Indian system, job creation system, education system, institutional system, media system has been destroyed. It has ceased to exist. There are consequences to this. We are facing now a time of serious economic crisis. And in times of serious economic crisis, you need that system. So, the government should be aware that what has happened here is just one step in a very deep problem. Right? So the government needs to start listening to what the people of India are saying. And this is a warning to them. This is a warning from the students of India, it's a warning from the opposition. That you cannot run India the way you have been running. This is not your personal fiefdom. This is not something that belongs to you. This belongs to the people of India. This belongs to the Constitution of India. All these institutions, they do not belong to you. And if you carry on down this path, you will see that what has happened right now will be at 10 times the scale. So that is basically the message. One by one, please. One by one. Please. देखिए, इसमें हमारा कांग्रेस पार्टी का सेंट्रल प्रिंसिपल है कि हम ये जो सवाल हैं, हमारी जो मीटिंग होती है ऑपोजिशन के साथ, उस मीटिंग में हम रेज करते हैं और जो ऑपोजिशन का कंसेंसस बनता है उस पर हम डिसीजन लेते हैं पार्लियामेंट में. दैट इज आवर डिसिप्लिन, दैट इज आवर वे ऑफ फंक्शनिंग. So I cannot answer this question right now. രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി മാപ്പ് പറയണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ പ്രശ്നത്തിനൊക്കെ കേന്ദ്ര കാരണം അമിത്ഷായാണ് എന്ന കുറ്റപ്പെടുത്തലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. മാസപ്പടി കേസിൽ ടി വീണയ്ക്കും പിണറായിക്കും അഴിയാക്കുരുക്കായി CMRL MD ശശിധരൻ കർത്തയുടെ മൊഴി. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് കരാർ നൽകിയതെന്നും വീണ CMRLന് സേവനം നൽകിയിട്ടില്ലെന്നുമാണ് കർത്തയുടെ മൊഴി. 2024 ഏപ്രിലിലെ മൊഴിയാണ് ഇത് പുറത്തു വന്നത്. ഇതോടെ കേസിൽ EDയുടെ അടുത്ത നീക്കങ്ങൾ നിർണായകമാകും. വീണയുടെ വാടക വീട്ടിൽ നിന്ന് ലേക്കർ ഇന്ത്യ എന്ന മറ്റൊരു കമ്പനിയുടെ രേഖകൾ കണ്ടെടുത്തതായും ED റിപ്പോർട്ട് നൽകി. CMRL എക്സാലോജിക്ക മാസപ്പടി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED നടത്തുന്ന അന്വേഷണത്തിൽ EDയുടെ അവരുടെ നിഗമനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്കുള്ള തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള
മൊഴികൾ പറയുന്നത്. 2024 ഏപ്രിൽ CMRL MD ആയ ശശിധരൻ കർത്തയുടെ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ വ്യക്തമാക്കുന്നത് ഇതിൽ വീണ ടി എന്ന പിണറായി വിജയൻ്റെ മകൾ ഈ കേസുമായി ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിലുള്ള സേവനങ്ങളും നൽകിയിട്ടില്ല. അന്ന് ഈ കാലയളവിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായുള്ള ഒരു അടുപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനിക്ക് കരാർ നൽകുന്നതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതും. അല്ലാതെ മറ്റു സേവനങ്ങളൊന്നും തന്നെ ഈ എക്സാലോജിക്കിൽ നിന്ന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ശശിധരൻ കർത്ത 2024 ഏപ്രിൽ തൻ്റെ വീട്ടിൽ വെച്ച് EDക്ക് നൽകിയ മൊഴിയിൽ പറയുന്നതായിട്ട് ഇപ്പോൾ ED തന്നെ പുറത്തുവിട്ടുള്ള വിശദാംശങ്ങൾ പറയുന്നത്. ഈ അടുപ്പം കൊണ്ട് മാത്രമായിരുന്നു ഈ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അതുമാത്രവുമല്ല, ഈ എക്സാലോജിക്ക് ഈ കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപ് വലിയ രീതിയിൽ നഷ്ടം നേരിട്ട ഒരു കമ്പനിയായിരുന്നു. പിന്നീടാണ് ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ഈ കരാർ മാത്രമായതുകൊണ്ടാണ് എക്സാലോജിക്കിനും അതോടൊപ്പം തന്നെ വീണയ്ക്കും പ്രത്യേകമായിട്ടാണ് പണം നൽകിയിരുന്നത് എന്നതും ഈ മൊഴിയിൽ വിശദാംശങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയും ഈ നഷ്ടത്തിലായിരുന്ന ഈ എക്സാലോജിക്കിനെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ CMRLൻ്റെ ഉപകമ്പനിയുണ്ട്. അതൊരു ധനകാര്യ സ്ഥാപനവുമാണ്. ഇതിൽ നിന്ന് ഒരു തുക 50 ലക്ഷത്തോളം തുക വീണയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നതുകൂടി ഈ മൊഴിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് ED കടക്കുമ്പോൾ വീണയുടെ അക്കൗണ്ടുകളും എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടുകളും അടക്കം മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതിൽ 2 അക്കൗണ്ടുകളിലായിട്ട് ഒന്ന് 16.5 ലക്ഷം രൂപയും മറ്റൊരു ഉപകമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷം രൂപയുടേതും വീണയുടേത് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുള്ളതായി ED അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. CMRLൻ്റെ 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായും ED വ്യക്തമാക്കുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED തുടർ നടപടികളിലേക്ക് പോകുമ്പോൾ ഈ മൊഴികളുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത് പിണറായി വിജയന് തന്നെയും രാഷ്ട്രീയപരമായി ഏറെ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് യാതൊരു രീതിയിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ തനിക്ക് ഒരു സ്വാധീനമോ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെയാണ് ഈ വിശദാംശങ്ങൾ ശശിധരൻ കർത്തയുടെ അടക്കമുള്ള മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. CPMന് കൂടി രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകും എന്ന് തന്നെയാണ് സൂചനകളുള്ളത്. മാസപ്പടി കേസിൽ ശശിധരൻ കർത്തയുടെ മൊഴി തള്ളി പിണറായി വിജയൻ. മാധ്യമങ്ങളാണ് ഇത് പുറത്തുവിട്ടത് എന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. തന്നെ പ്രതിയേർക്കാനുള്ള അല്ലെങ്കിൽ തന്നിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ? നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം? നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ തന്നെ വരട്ടെ എന്തെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. കർത്തയുടെ മൊഴിയെക്കുറിച്ച് അറിയില്ലെന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. കേസുമായി സഹകരിച്ചാണ് പോകുന്നത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഒരു വാർത്തയുടെ ഭാഗമായി നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ പോലീസിന് തന്റെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് പുറത്തു വന്ന മൊഴി പകർപ്പെന്ന് മാത്യു കുഴൽനാടൻ. പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പുറത്താണ് കർത്ത പണം നൽകിയത്. ഇത് തെളിയിക്കാനുള്ള പോരാട്ടമാണ് നടത്തിയത്. കർത്ത തന്നെ ഇത് സമ്മതിച്ചിട്ടുണ്ട് എന്നും മാത്യു പറഞ്ഞു. ഒരു സേവനവും നൽകാതെയാണ് ഞങ്ങൾ കോടിക്കണക്കിന് രൂപ നൽകിയത് എന്നും അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്നും സാക്ഷാൽ കർത്ത തന്നെ പറഞ്ഞ നിലയ്ക്ക് ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു തെളിവ് അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത് ഇത് സേവനത്തിന് വേണ്ടിയിട്ടല്ല, പിണറായി വിജയനുമായുള്ള ബന്ധം അല്ലെങ്കിൽ പിണറായി വിജയനിൽ നിന്നുള്ള സേവനത്തിന് വേണ്ടി നൽകിയ പണമാണ് എന്ന് കരിമണൽ കമ്പനിയുടെ MD ആയ കർത്ത തന്നെ പറയുന്നു. അതാണ് കേരള സമൂഹത്തോട് ഇത്രയും കാലം ഞാൻ പറയാൻ പരിശ്രമിച്ചതും അതിനു വേണ്ടിയിട്ടുള്ള അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളും ഒക്കെയാണ് ഞാൻ നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇതിലെ അഴിമതി പുറത്തു കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ തുടരും. ഇന്ന് ഒരു UDF സർക്കാർ അധികാരത്തിലിരിക്കുന്നു. സത്യത്തിന് വേണ്ടി പോരാടാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയും ഒരു ഭരണ നേതൃത്വവും കേരളത്തിലുള്ളതുകൊണ്ട് അതിന്റെ മറ്റ് സാധ്യതകൾ തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും.
പിണറായിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ഷോൺ ജോർജ്. ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് തുടരരുതെന്നും ധാർമ്മികത മുൻനിർത്തി രാജിവെക്കണമെന്നും ഷോൺ ആവശ്യപ്പെട്ടു. പിണറായി വിജയനാണ് പ്രതി എന്ന് ഇനിയെങ്കിലും അംഗീകരിക്കാൻ CPIM തയ്യാറാകണം. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ മാറ്റാനുള്ള ധാർമ്മികത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന്റെ ഘടകകക്ഷികളും ഒരുമിച്ച് ഇനിയും പിണറായി വിജയനെ ക്യാബിനറ്റ് പദവിയാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം, അത് MLA സ്ഥാനം പോലെയല്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപടിയെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഇനിയും MLA സ്ഥാനത്ത് തുടരാതെ ധാർമ്മികതയുണ്ടെങ്കിൽ, പണ്ട് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞൊരു പറച്ചിലുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ, പിണറായി വിജയന് ഉളുപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം. ശബരിമല ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾക്കായി താഴമൺ മഠം കണ്ഠരർ ബ്രഹ്മദത്ത് നിയോഗിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ, അംഗങ്ങളായ അഡ്വക്കേറ്റ് K. രാജു, അഡ്വക്കേറ്റ് PD. സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. ബോർഡ് തീരുമാനം തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കും. താരസംഘടനയായ അമ്മയിൽ ഒരു എക്സിക്യൂട്ടീവ് അംഗം കൂടി രാജിവെച്ചതോടെ ഭരണസമിതിയിലെ ആളുകളുടെ എണ്ണം 11ആയി. നടി ആശ അരവിന്ദാണ് കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചത്. സഞ്ജീവനി പദ്ധതിയുടെ അടക്കം ചുമതലയുണ്ടായിരുന്ന ആശ ജനറൽ ബോഡിയിലെ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് രാജി സമർപ്പിച്ചത്. നേരത്തെ ജയൻ ചേർത്തല, ജോയി മാത്യു, കൈലാഷ്, ലക്ഷ്മിപ്രിയ, അൻസിബ തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ചക്കക്കൊമ്പനാണ് ജനവാസ മേഖലയിൽ രാത്രി എത്തിയത്. വീട്ടുമുറ്റത്തെ പ്ലാവിൽ നിന്നും ആന ചക്ക അടർത്തിക്കഴിച്ചത്. നാളുകളായി ചക്കക്കൊമ്പൻ നെല്ലിയാമ്പതിയിലെ ജനവാസ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമാണ്. രാത്രികാലങ്ങളിൽ ഇറങ്ങി പ്ലാവ് കുലുക്കി ചക്ക തിന്ന ശേഷം തിരികെ നാട്ടിലേക്ക് കയറുകയാണ് ആനയുടെ രീതി. ഇതുവരെ ജനങ്ങൾക്ക് അപകടമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ജനവാസ മേഖലയിൽ ആനയുടെ സാന്നിധ്യം ഭീതി ഉണ്ടാക്കുന്നതാണ്. തിരുവനന്തപുരം പൊന്മുടിയിൽ കാട്ടാന ആക്രമണത്തിൽ ബൈക്ക് യാത്രികരായ അച്ഛനും മകളും തലനാഴിലേക്ക് രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ കല്ലാർ മൊട്ടമൂട് റോഡിൽ വെച്ചായിരുന്നു സംഭവം. മകളുമായി ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്നതിനിടെയാണ് പ്രദേശവാസിയായ മഹേഷ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. തുടർന്ന് ബൈക്ക് ഉപേക്ഷിച്ച് മകളുമായി ഓടി മാറുകയായിരുന്നു. മഹേഷിന് നിസാര പരിക്കേറ്റു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,285, പവന് 1,06,280. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,915, പവന് 87,320. വെള്ളി ഗ്രാമിന് 240, കിലോയ്ക്ക് 2,40,40,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.